ഹായ്, നമ്മളിന്ന് വെറൈറ്റി ആയിട്ടൊരു കോളിഫ്ലവർ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്കൊരു 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് 2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് നല്ലതായിട്ട് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഇനി അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 6-7 വെളുത്തുള്ളി അല്ലി, ഇത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ 4 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സവാളയൊക്കെ പെട്ടെന്നൊന്ന് ഫ്രൈ ആകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. സവാളയൊക്കെ ഒരു പകുതി വരെ ഫ്രൈ ആയാൽ മതിയാവും. സവാളയൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് ഫ്രൈ ആകുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാപ്സിക്കം ഇട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ടിത് ചെറിയ തീയിൽ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അടപ്പ് മാറ്റി നോക്കുക. ഇപ്പം ക്യാപ്സിക്കം ഒക്കെ ഏകദേശം ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഓവറായിട്ട് വഴണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിവകകൾ ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ഇത്രയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ ചെറിയൊരു കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരണം. അതിനായിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇത് ഏകദേശം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് ആവശ്യമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടില്ല, ക്യാപ്സിക്കം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഓവറായിട്ട് എരി വേണമെങ്കിൽ 2 പച്ചമുളക് കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതൊന്ന് കുറുകി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ റോസ്റ്റ് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.